അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. 17ാം യൂണിറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഓഫ് അറബിക് പ്രോസ് റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ് എക്സെട്ര എന്നുള്ള പാഠമാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ ടെക്സ്റ്റിൽ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ ആളുകളെ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഫോർമൽ ലെറ്റേഴ്സ്. റിസാലത്തു റസ്മിയ എന്ന് പറഞ്ഞാൽ ഫോർമൽ ലെറ്ററുകൾ. അതുപോലെ തന്നെ ഈ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്ന ഒരാൾ അത് എഴുതുന്ന സമയത്ത് അയാൾ പാലിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളും ചില സ്റ്റൈലുകളൊക്കെ ഉണ്ട്. ഫോർമൽ ലെറ്ററുകൾ എഴുതുന്ന സമയത്ത് ആ ഒരു കത്തിൻ്റെ മുഹ്തവ കണ്ടൻറ്റ് വളരെയധികം വ്യക്തവും അതേപോലെ തന്നെ ട്രാൻസ്പാരൻറ്റുമായിരിക്കണം. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ മെറ്റാഫറോ സാഹിത്യ ഭാഷയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഫോർമൽ ലെറ്ററുകളുടെ കണ്ടൻറ്റ് എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ആവശ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാനൊരു കത്ത് എഴുതുകയാണെങ്കിൽ അത് എൻ്റെ ആവശ്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ വേറെ ആണെങ്കിൽ എഴുതുകയാണെങ്കിൽ അത് അവരുടെ ആവശ്യമായിരിക്കും. അല്ലെങ്കിൽ അൽ മുൻവത്തുൽ മുർസൽ ഇലൈഹ ഏത് ഓർഗനൈസേഷനിലേക്കാണോ അയക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ കത്തിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർമൽ ലെറ്റർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഫോർമൽ ലെറ്റർ അയക്കാം. അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ആ ഓർഗനൈസേഷനിൽ നിന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒഫീഷ്യൽ ലെറ്ററാണ് അയക്കുക. അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും എക്കണോമിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലീവ് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഫോർമൽ ലെറ്റർ ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡിജിറ്റൽ ലെറ്ററുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഇമെയിൽ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ഡിജിറ്റൽ ലെറ്റർ ടൈപ്പുകളാണ് ഉപയോഗിക്കാറുള്ളത്. അത് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിജിറ്റൽ ലെറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇമെയിലൊക്കെ അയക്കാറുണ്ടല്ലോ. പിന്നീട് അതിൻ്റെ കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള ടെക്സ്റ്റിൽ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയായിരിക്കണം ഒരു ഫോർമൽ ലെറ്റർ, അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ സ്ട്രക്ചറും എക്സാമ്പിളുമാണ് നോക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് ആദ്യം ഒരു കഥ കൊടുത്തിട്ടുണ്ട്, ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു US സോളാർ കമ്പനി ഒരു സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് ഒരു അറബ് കൺട്രിയിലെ ഒരു മിനിസ്റ്റർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. എൻവിറോൺമെൻറ്റൽ മിനിസ്റ്റർക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അവർ ഈ ഒരു കത്ത് ഇംഗ്ലീഷിൽ എഴുതി അത് അറബി സംസാരിക്കാത്ത ഒരാളെ കൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം ഈ ഒരു കത്ത് അവിടുന്ന് മിനിസ്റ്റർക്ക് കൈമാറിയിട്ടില്ലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇതിലുള്ള അറബി എന്ത് ചെയ്തിട്ടില്ല, ശരിയായിട്ടില്ല. അത് കത്തിൻ്റെ ഒരു യഥാർത്ഥ ഫോർമലിൽ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു കത്ത് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കത്തിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ ഈ കറക്റ്റ് ഇംഗ്ലീഷിലുള്ള ഒരു കാര്യം അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് ശരിയാവണമെന്നില്ല. കാരണം ഇംഗ്ലീഷിൽ നമ്മൾ ഡിയർ മിസ്റ്റർ മുഹമ്മദ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, എഴുതും. ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഡിയർ മിസ്റ്റർ മുഹമ്മദ് എന്ന് എഴുതും. അത് നേരെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസീസി അസയ്യിദ് മുഹമ്മദ് എന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതൊരിക്കലും അറബിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. മറിച്ച് അറബിയിൽ അത്തരം പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് അൽ മുഹ്തറം ഹദറത്ത് അസയ്യിദ് മുഹമ്മദ് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മിസ്റ്റർ മുഹമ്മദ് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള അതേ സംഭവം അത് അറബിയിലേക്ക് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് ഓരോ ഭാഷക്കും അതിൻ്റെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാകും. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്താൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഹലോ എന്നുള്ളത് നമ്മൾ അറബിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കത്തിൻ്റെ മുമ്പിൽ ഹാലോ എന്ന് എഴുതി കൊടുക്കാൻ പാടില്ല. മറിച്ച് അസ്സലാമു അലൈക്കും എന്നാണ് അറബിയിൽ അതിന് ഉപയോഗിക്കുക. ഒന്നാമതായിട്ടുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മളെന്താണ് എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനൊക്കെ നമുക്ക് കത്തിൽ പല പ്രയോഗങ്ങളും ഉപയോഗിക്കാൻ കഴിയും. ഇസ്ലാമിക് കൺട്രി ആണെങ്കിൽ നമ്മൾ ലെറ്റർ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സലാം കൊണ്ടാണ് തുടങ്ങേണ്ടത്. അത് ഇംഗ്ലീഷിലാണെങ്കിൽ അത് നേരെ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് മേ ദ പീസ് മെഴ്സി ആൻഡ് ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ബി അപ്പോൺ യു എന്നാണ് അതിന് ഇംഗ്ലീഷ് വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള പോയിന്റ് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു റോയൽ ഫാമിലിയിലുള്ള ഒരാളെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് കത്തെഴുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവരെ അഭിസംബോധന ചെയ്തതിന് ശേഷം അഥവാ ഹദറത്ത് അസയ്യിദ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ
ഒരു പ്രാർത്ഥന രീതിയിലുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അസ്സകല്ലാഹു വബാറക ഫി ഉംരിക വഅമാലിക വഹഫദക ഫി ആഫിയതിക വവതനിക വശഅബിക വഉസ്റതിക ഷരീഫ്. അത്തരത്തിൽ എന്ത് ചെയ്യണം, അവർക്ക് അഭിസംബോധന എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അഥവാ ഈ ഇത്തരത്തിലുള്ള റോയൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദുആ കൂടെ നമ്മൾ അതിന് ശേഷം അവരെന്താണ് അഭിസംബോധന ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളെന്താണ് ഐസക്ക, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ, അതേപോലെ തന്നെ നിങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ, അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ രാജ്യത്തിനും നിങ്ങളുടെ സമുദായത്തിനും നിങ്ങളുടെ മഹത്തരമായിട്ടുള്ള കുടുംബത്തിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകട്ടെ. അത്തരത്തിലുള്ളൊരു ദുആ അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ റോയൽ ഫാമിലിയിലേക്കൊക്കെ എഴുതുമ്പോൾ അത്തരത്തിലുള്ളൊരു ദുആ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷിലാണെങ്കിലും അതിൻ്റെ നേരെ ഇംഗ്ലീഷ് കൂടെ കൊടുത്തിട്ടുണ്ട്. മേ ഗോഡ് ട്രഷർ യു എന്നൊക്കെ പറയുന്ന ആ ഒരു ഇംഗ്ലീഷ്, അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആ ഇംഗ്ലീഷ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അറബിയിൽ എഴുതുമ്പോൾ അറബി ആഡ് ചെയ്ത് കൊടുക്കണം. മൂന്നാമതായിട്ടുള്ള പോയിന്റ് പറയുന്നത്, ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഏതെങ്കിലും ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് ടൈറ്റിൽ ഉണ്ടാവും. ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എന്നുണ്ടാവും, അതേപോലെ തന്നെ ഒരു IAS ആണെങ്കിൽ IAS എന്നുണ്ടാവും. അതാണ് ടൈറ്റിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് അയാളുടെ ടൈറ്റിൽ കൂടെ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അഥവാ അറബിയിൽ എഴുതുമ്പോൾ ഹദറത്ത് അദ്ദക്തൂർ അൽ മുഹ്തറം, അദ്ദക്തൂർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നാണ് അർത്ഥം വരുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഡിയർ ഡോക്ടർ എക്സ് അഥവാ എന്തെങ്കിലും പേര് കൊടുക്കാം, അല്ലെങ്കിൽ PhD ആണെങ്കിൽ PhD എന്ന് കൊടുക്കണം. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഇനി എന്താണ്, ഒരു മുഹന്ദിസാണ്, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഹദറത്ത് അൽ മുഹന്ദിസ് അൽ മുഹ്തറം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അയാളുടെ പേര് കൊടുക്കണം. അപ്പോൾ ഒരു ഡോക്ടർക്ക് എഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക, ഹദറത്ത് അദ്ദക്തൂർ അൽ മുഹ്തറം മുഹമ്മദ് എന്ന് കൊടുക്കേണ്ടി വരും. മുഹമ്മദ് സെയ്ദോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കാം. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത്, അറബിയിലും ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മോഡൽ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ സല്യൂട്ടേഷൻ ഉണ്ടാവും, കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതിലൊന്നാമതായി പറയുന്നത്, നമ്മളൊരു സൗദി പ്രിൻസസിനെ അല്ലെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ ബോസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മളെന്താണ് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സഹായത്തിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു സൗദി പ്രിൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, യുവർ ഹൈനസ് എന്നാണ് കൊടുക്കേണ്ടത്. യുവർ ഹൈനസ് എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അറബിയിലാണെങ്കിൽ സുഹൈബ് സുമുവിൽ മിൽക്കി എന്ന് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അതിനുശേഷം ഹഫിദക്കുമുല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുആ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അറബിയിലാണെങ്കിൽ ഹഫിദക്കുമുല്ല ഓ സദദ ഖതായാക്കും, അല്ലെങ്കിൽ ഹഫിദഹുല്ല, അല്ലെങ്കിൽ റആഹുല്ല, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നോട്ട് എന്ന് പറയുന്നത്, നമ്മളുള്ള എല്ലാ പ്രിൻസുകളും റോയൽ ഫാമിലിയിൽ നിന്നുള്ള ആയിരിക്കില്ല. അപ്പോൾ റോയൽ ഫാമിലി എന്ന് പറഞ്ഞാൽ നിശ്ചിത ഒരു കുടുംബമായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഈ മലക്കി എന്നുള്ള ആ ഒരു പ്രയോഗം ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ മലക്കി എന്നുള്ള ഉപയോഗിക്കൽ എന്താണ്, അത് ഓപ്ഷണലാണ്. അഥവാ ഒരു പ്രിൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് യുവർ ഹൈനസ് എന്ന് നമ്മൾ ഉപയോഗിക്കണം. യുവർ റോയൽ ഹൈനസ് എന്ന് ഉപയോഗിക്കൽ ഓപ്ഷണലാണ്. ആ റോയൽ എന്നുള്ളത് ഓപ്ഷണലാണ്. അതേപോലെ തന്നെ സ്വാഹിബ് സുമുവ് എന്നുള്ളത് ഉപയോഗിക്കണം. സ്വാഹിബ് സുമുവുൽ മലക്കി, ആ മലക്കി എന്നുള്ളത് എന്താണ്, ഓപ്ഷണലാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഫോർമലായിട്ടുള്ള RFP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ലെറ്ററാണ്. അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്, ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ സാർ ഓർ മാഡം എന്നുള്ളത് കൊണ്ടാണ് തുടങ്ങേണ്ടത്. പിന്നെ അതിനുശേഷം യുവർ എക്സലൻസി, യുവർ ഹൈനസ്, അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എപ്പോൾ ഈ നമ്മൾ എഴുതുന്ന ആൾ, നമ്മൾ ആർക്കാണോ എഴുതുന്നത് അയാളുടെ ടൈറ്റിൽ, അയാളുടെ പേരൊന്നും നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യുവർ എക്സലൻസി എന്നൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇനി പേരോ ടൈറ്റിലോ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി അറബിയിലാണെങ്കിൽ ഇലാ ജാനിബി സാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കമ്പനിക്കാണോ എഴുതുന്നത് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനാണോ എഴുതുന്നത് ആ ഓർഗനൈസേഷൻ്റെ പേര് കൊടുക്കുക. എപ്പോൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അഥവാ നമുക്കിതൊക്കെ അറിയാത്തപ്പോഴാണ്, നമ്മൾ ആർക്കാണ്, ഏത് കമ്പനിക്ക് അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ എഴുതുന്നത് എന്ന് അറിയാത്ത സമയത്താണ് ഇങ്ങനെ കൊടുക്കാറുള്ളത്. ഇനി നമ്മൾ എഴുതുന്നത് നമുക്ക് അറിയുന്ന ഒരാൾക്കാണ്, അഥവാ അയാളുടെ ടൈറ്റിൽ, അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സൊക്കെ നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതിയാകും. ഇനി അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ പേര് ഇലാ ജാനിബി സാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് എഴുതിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ പേര് എഴുതി കൊടുത്താൽ മതിയാകും. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, നമ്മളൊരു കോൺഫറൻസിന് പോകുന്ന സമയത്ത് അവിടെ ഹാജറായിട്ടുള്ള, അവിടെ ആ ഒരു വേദിയിലുള്ള ആളുകളെ അല്ലെങ്കിൽ ആ ഒരു സദസ്സിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഡിയർ അറ്റൻഡേഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ തരത്തിൽ നമുക്ക് അഭിസംബോധന ചെയ്യാം. ഇനി അറബിയിലാണെങ്കിൽ ഹദാത്തു സയ്യിദാത്ത് വസ്സാദത്തുൽ കിറാം
ഇലാ ഹുദൂരിൽ കരീം, അല്ലെങ്കിൽ അൽ മുഹ്തറം അസ്ഹാബുൽ മആലി വസ്സആദ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഭിസംബോധന ചെയ്യാം. പിന്നെ നോട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ അറബിയിൽ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സമയത്ത് ഓരോ ഒക്കേഷൻ അനുസരിച്ച് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അത് മാറാറുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ സെറമണിക്കും അതേപോലെ തന്നെ കോൺഫറൻസിനൊക്കെ ഒരേപോലെയല്ല അറബിയിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാറുള്ളത്. അത് നോട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഒന്ന് ബോഡി ഓഫ് ലെറ്റർ ആണ്. അഥവാ നമ്മൾ ആദ്യം പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ടുള്ളത് നമുക്ക് ആ ഒരു കത്തിൻ്റെ ബോഡിയാണ് നമുക്ക് നോക്കാനുള്ളത്. അവിടെ നമ്മൾ ഒരു പുതിയൊരു പാരഗ്രാഫ് തുടങ്ങുകയാണ് വേണ്ടത്. സാധാരണയായിട്ടും നമ്മൾ ആ ഒരു അഡ്രസ്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഒരു പുതിയ പാരഗ്രാഫ് തുടങ്ങാം. നമുക്ക് പല രീതിയിലും തുടങ്ങാം. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. യുസിറുനി അൻ അബാസയിലേക്ക് ബി അത്യബ് തഹയ്യാത്തി വഹാലിസ് അംനിയാത്തി ബി സആദി വ തൗഫീഖ്, അല്ലെങ്കിൽ നുവജ്ജിഹുലക ഖിതാബനായ സയ്യിദി, അല്ലെങ്കിൽ അത്തഷറഫു ബി അൻ അർഫ ഇലാ സുമൂബിക്കും മക്കാമിക്കും ഇസ്സാമി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആദ്യം തുടങ്ങാൻ കഴിയും. അതിൻ്റെ ഓരോത്തിൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ അറിയാം. ആദ്യത്തിൻ്റെ അർത്ഥം വരുന്നത്, നിങ്ങളിലേക്ക് ഏറ്റവും നല്ല അഭിസംബോധന അർപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ പറയുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. മൂന്നാമത്തേൽ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ എന്ത് അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയലാണ്. മൂന്നാമത്തെ പറയുന്നത്, നിങ്ങളുടെ ഒരു ഹൈനസിലേക്ക്, നിങ്ങളിലേക്ക് എന്താണ് ഇത് ഉയർത്തുന്നതിൽ എന്താണ് ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞാണ്ട് ഒരു ബോഡി പാരഗ്രാഫ് തുടങ്ങാം. എന്നിട്ട് ആ ഒരു ബോഡി പാരഗ്രാഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത് അതെന്ത് ചെയ്യാം, പറയാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ബോഡി പാരഗ്രാഫ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചാണ് നോക്കുകയും ചെയ്യാം. പിന്നീട് അവസാനത്തിൽ മൂന്നാമതായിട്ടുള്ളത് ക്ലോസിംഗ് ആണ്. ഒരു കത്തിനെ എങ്ങനെയാണ് അതിൻ്റെ ക്ലോസിംഗ് പാരഗ്രാഫ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അതൊരു നമ്മൾ ആർക്കാണോ എഴുതുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം, താങ്ക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് റിഗാർഡ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഗോഡ് ഈസ് ദ ഗ്രാൻറ്റർ ഓഫ് സക്സസ് സിൻസിയർലി, ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കത്തിനെ ക്ലോസ് ചെയ്യാൻ കഴിയും. അത് അറബിയിലാണെങ്കിൽ വലക്കും ജസീർ ശുക്രി വലിയ ഇഹ്തിറാം വതഫളലുബിക ബിഉലിം ഫായികി തഖദീരി വലിയ ഇഹ്തിറാം വല്ലാഹുൽ മുവഫിഖ് മാ തിയബി തഹയ്യാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കത്തിനെ ക്ലോസ് ചെയ്യാം. പിന്നീട് നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റിലില്ല, ഏതായാലും നമുക്ക് ഈ ഫോർമൽ ലെറ്ററിൻ്റെ ഒരു മോഡൽ കൂടെ നോക്കേണ്ടതുണ്ട്. കാരണം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ലെറ്റർ എഴുതാൻ വരാറുണ്ട്, അല്ലെങ്കിൽ ലെറ്ററോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതാൻ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഒരു മോഡൽ കൂടെ നോക്കാം. നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്കൊരു മോഡൽ നോക്കാം. ഇതിലാദ്യമായിട്ട് ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്, ആദ്യം ഇംഗ്ലീഷ് നോക്കാം. ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ആരാണോ എഴുതുന്നത് അയാളുടെ അഡ്രസ്സാണ്. ഇവിടെ ഇബ്നു ബക്കർ അൽ ജൗസിയാണ് എഴുതുന്നത്. എവിടെ നിന്നാണ് എഴുതുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറബിക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് ഇന്ത്യ. അയാളുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് താഴെയായിട്ട് ആരിലേക്കാണോ എഴുതുന്നത് ടു അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. ആരിലേക്കാണ് എഴുതുന്നത്, ദ സെയിൽസ് മാനേജർ ദാറുൽ മആരിഫ് ഈജിപ്ത് കൈറോ അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലേക്കാണ് എഴുതുന്നത്. പിന്നീട് ഈ ഒരു കത്തിനെ തുടങ്ങുന്നത് എങ്ങനെയാണ്, ഡിയർ സാർ എന്ന് വെച്ചുകൊണ്ട് അവർ കത്തിനെ തുടങ്ങുന്നു. പിന്നീട് അതിൻ്റെ ആ ഒരു ബോഡി ഇതാണ് ഇതുവരെയുള്ളതാണ് നമ്മളൊരു അഡ്രസ്സ്. ആദ്യം നമ്മൾ ആ അഡ്രസ്സ് എഴുതി, പിന്നെ നമ്മൾ ടു അഡ്രസ്സ് എഴുതി, പിന്നെ ഡിയർ സാർ എന്നുള്ള ആ ഒരു എങ്ങനെയാണ് തുടക്കം എന്നുള്ളത് എഴുതി. അതിനുശേഷം ബോഡി പാരഗ്രാഫാണ്. ബോഡി പാരഗ്രാഫ് നിങ്ങൾ നോക്കൂ. ആസ് ഐ am in need of some Arabic English dictionaries but do not know the titles of new ones available with you at present. I request you to kindly send me a list of all the new Arabic English dictionaries, other titles dealing with the modern Arabic poetry and any recent publication on literary criticism available with you. ഈ ഒരു ബോഡി പാരഗ്രാഫിൽ ഇദ്ദേഹത്തിന് അറബിയിലുള്ള പുതിയ ഡിക്ഷണറികളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ ടൈറ്റിലുകളും കാര്യങ്ങളൊന്നും അറിയില്ല. അതേപോലെ തന്നെ അറബിയിലുള്ള മറ്റ് പുതിയതായിട്ടുള്ള മോഡേൺ അറബിക് പോയട്രികൾ അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ പുസ്തകങ്ങൾ അതിൻ്റെ പേരുകളും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കത്ത് അയക്കുന്നത്. അപ്പോൾ ആ കത്തിൻ്റെ ആശയം അവിടെ ബോഡി പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ബോഡി പാരഗ്രാഫ് പറഞ്ഞതിന് ശേഷം അവിടെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ. അവൈറ്റിംഗ് യുവർ റിപ്ലൈ അറ്റ് ദ ഏർലിയസ്റ്റ്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മറുപടിയും പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ബോഡി പാരഗ്രാഫിനെ അവസാനിപ്പിക്കുന്നത്. അവസാനം ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, അവൈറ്റിംഗ് യുവർ റിപ്ലൈ അറ്റ് ദ ഏർലിയസ്റ്റ്, അഥവാ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൺക്ലൂഷൻ തുടങ്ങുന്നു. എന്നാൽ അതിനുശേഷം യുവർ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തും ഉപയോഗിക്കാം. യുവർ ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവർ സിൻസിയർലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക്
അതിൽ അടിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ പേര് എഴുതാം. ഇവിടെ ഇബ്നു ബക്കർ അൽ ജൗസി എന്നുള്ള നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് മറുവശത്തായിട്ട് ഡേറ്റ് കൂടെ എഴുതേണ്ടതുണ്ട്. ഇനി അറബിയിലേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അറബിയിൽ മുകളിലാണ് എഴുതിയിട്ടുള്ളത്, അത് നമ്മൾ കുറച്ച് ഇടത് ഭാഗത്തേക്ക് മാറ്റി എഴുതാം. ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഇടത് ഭാഗത്ത് നമ്മുടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ടു അഡ്രസ്സ് എഴുതുക. ടു അഡ്രസ്സ് എഴുതുന്നതിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അൽ മുഹ്തറം അസയ്യിദ്, അല്ലെങ്കിൽ മുദീർ കിസ്മത്ത് മബിയാത്ത് ദാറുൽ മആരിഫ് ബി മിസ്ർ അൽ കാഹിറ ജംഹൂരിയത്ത് മിസ്ർ അൽ അറബി എന്നൊക്കെ കൊടുത്താണ് അഡ്രസ്സ് കൊടുക്കാം. അറബിയിൽ ഇംഗ്ലീഷിലൊക്കെ ഒരേപോലെ തന്നെ, ഇംഗ്ലീഷിലാകുമ്പോൾ ഇടത് ഭാഗത്താണ്, അറബിയിലാകുമ്പോൾ വലത് ഭാഗത്താണ് അഡ്രസ്സുകൾ കൊടുക്കേണ്ടത്. അതിനുശേഷം ബഅദ തഹിയ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബോഡി പാരഗ്രാഫ് കൊടുക്കും. ആ ബോഡി പാരഗ്രാഫിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മൾ ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് നമ്മൾ അതിന് എന്താണ് അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതും കൂടെ അതിൽ ഉൾപ്പെടുത്തണം. ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തണം. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു ബോഡി പാരഗ്രാഫ് അവസാനിക്കുന്നു. പിന്നീട് ആ ഒരു ബോഡി പാരഗ്രാഫിന് ശേഷം അതിനുശേഷം നിങ്ങൾ നോക്കൂ, ആ ഒരു ക്ലോസിംഗ് പാരഗ്രാഫ് എങ്ങനെ തുടങ്ങുന്നത്, ഹദാ ഇന്നി ഫി ഇൻതിളാറി ജവാബിക്കും ഫി അക്രവി വക്തിൻ, എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് തഫദ്ദലു ബി കബൂലിൻ ഫായിക്ക് ശുക്രി വലി ഇഹ്തിറാം, ഇവിടെ അവസാനത്തിലുള്ള ഒരു ക്ലോസിംഗ് പാരഗ്രാഫ്, ആ ക്ലോസിങ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, നേരെ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. കാരണം ഇംഗ്ലീഷിൽ യുവർ ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അറബിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, വതഫല്ലലു ബി കബൂലിൻ ഫായിക്ക് ശുക്രി വലി ഇഹ്തിറാം എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നുള്ള നേരെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് അറബിയിൽ എന്താണോ അതിനെ ഉപയോഗിക്കാറുള്ളത് അത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവസാനത്തിൽ അയാളുടെ പേര് എഴുതുക. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് അത്താരിഖ് എന്ന് പറഞ്ഞ ഡേറ്റും കൊടുക്കുക. അപ്പോൾ അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ആ കത്ത് തുടങ്ങാനും കത്ത് അവസാനിപ്പിക്കാനും അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. നമ്മളിവിടെ ഒരുപാട് സ്റ്റൈലുകൾ പറഞ്ഞിട്ടുണ്ട്. അറബിയിലാണെങ്കിൽ സലാം കൊണ്ട് തുടങ്ങണം. അതേപോലെ തന്നെ ഏതെങ്കിലും റോയൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് തുടങ്ങണം. അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും ടൈറ്റിലുകൾ ഉണ്ടെങ്കിൽ ടൈറ്റിലുകൾ കൊടുക്കണം. അതേപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോൾ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ വേറെ തന്നെ രീതിയിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അറബി ഇംഗ്ലീഷ് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താണ്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ലെറ്റർ എഴുതാൻ പാടില്ല. മറിച്ച് അറബിക്ക് അറബിയുടേതായിട്ടുള്ള ശൈലിയിൽ കൊടുക്കണം, ഇംഗ്ലീഷിന് ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ള ശൈലിയിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോർമൽ ലെറ്ററിനെ പഠിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇൻഫോർമൽ ലെറ്ററാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.